ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മറ്റൊരു ബിഗ് ബോസ് സീസണും കൂടി ഇതാ വരാൻ പോവുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അണിയറയിലെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി തകൃതിയായിട്ട് ബിഗ് ബോസ് സീസൺ 7ലേക്കുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി ഇപ്പോൾ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പലർക്കും ഇതിനോടകം തന്നെ ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ചില പ്രഡിക്ഷൻ ലിസ്റ്റുകളാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഏകദേശം 30 പേരുടെ ലിസ്റ്റുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പേരുകളൊക്കെ പലതും നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേട്ട് കാണും. അതുപോലെ തന്നെ ഇതിന് മുന്നുള്ള സീസണുകളിൽ വിളിച്ചിട്ട് ആ ഒരു സീസണുകളിൽ പങ്കെടുക്കാനായിട്ട് പറ്റാത്ത വ്യക്തികളെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ ഒരു പെർട്ടിക്കുലർ സീസണിലും വിളി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപാട് പ്രത്യേകതകളാണ് ഈ പറയുന്ന സീസൺ 7 ഉള്ളത്. അതൊക്കെ എന്തൊക്കെയാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ അപ്ഡേറ്റുകളായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും ആദ്യം തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 30 പേരുടെ പേര് നമ്മളൊരു പ്രഡിക്ഷൻ ലിസ്റ്റിന്റെ രൂപത്തിൽ അങ്ങ് പറയാണ്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള രേണു സുധി. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നോറയും ആദിലയും. മൂന്നാമതായിട്ട് പറയുന്നത് അരുണിമ സുനിൽകുമാർ, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അടുത്തതായി പറയുന്നത് യൂട്യൂബർ ആയിട്ടുള്ള പ്രണവ് കൊച്ചു. അഞ്ചാമതായിട്ട് പറയുന്നത് സീരിയൽ താരമായിട്ടുള്ള സീമാജി നായർ. അടുത്തതായി പറയുന്നത് സിനിമാ താരമായിട്ടുള്ള അഖിൽ. അടുത്തതായി അനുമോൾ, നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ. അടുത്തതായി എട്ടാമതായിട്ട് പറയുന്നത് ശാരിക, ഒരു ഇന്റർവ്യൂ ആങ്കർ ആണ്. അടുത്തതായി മറ്റൊരു ആങ്കറിന്റെ പേര് തന്നെയാണ് റോഹൻ ലോണ. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജസീൽ ജാസി. അടുത്തതായി പറയുന്നത് ടീച്ചറും ഫെമിനിസ്റ്റുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹെയ്ദി സാദിയ. അടുത്തതായി പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ രോഹിത്. അടുത്തതായി പറയുന്നത് നാഗസൈലന്ത്രി, നമ്മുടെ സോഷ്യൽ മീഡിയ താരമായിട്ടുള്ള നാഗസൈലന്ത്രി. അടുത്തതായി പറയുന്നത് സീരിയൽ താരവും സിനിമ ആക്ട്രസുമായിട്ടുള്ള ഗായത്രി അരുൺ. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ താരവും വിജയ് ഫാനുമായിട്ടുള്ള ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാം. അടുത്തതായി പറയുന്നത് ബിജു സൗബാനം, നമ്മുടെ ഉപ്പുമുളകിലെ ബാലു. അടുത്തതായി 18ാമതായിട്ട് പറയുന്നത് ആക്ടർ ആയിട്ടുള്ള ബാല. അടുത്തതായി പറയുന്നത് ഒരു സീനിയർ ആക്ടർ ആയിട്ടുള്ള സുരേഷ് കൃഷ്ണ. അടുത്തതായി 20ാമതായിട്ട് പറയുന്നത് ദിവ്യ ശ്രീധർ, ഒരു സീരിയൽ ആക്ട്രസ് ആണ്. അടുത്തതായി പറയുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഫിറ്റ്നസ് ട്രെയിനറുമായിട്ടുള്ള ദിൽസിൽ എം ഇക്ബാൽ. അടുത്തതായി 22ാമതായിട്ട് പറയുന്നത് നമ്മുടെ സുജിൻ, നമ്മുടെ കോൺട്രവേഴ്സി കിങ് ആണ് പുള്ളിക്കാരൻ, നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിൻ. അടുത്തതായി പറയുന്നത് ഗ്ലാമി ഗംഗ. ഗ്ലാമി ഗംഗ ഒരു ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ്. അടുത്തതായി പറയുന്നത് സ്വാസിക വിജയ്, ഒരു ആക്ട്രസ് ആയിട്ടുള്ള സ്വാസിക വിജയ്, സീരിയൽ സിനിമാ താരമാണ്. അടുത്തതായി പറയുന്നത് ഫിലിം ആക്ടറും സെലിബ്രിറ്റി ക്രിക്കറ്റ് പ്ലെയറും ആയിട്ടുള്ള ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അടുത്തതായി പറയുന്നത് അൻസിഫ്. അൻസിഫ് നമുക്കറിയാം, ബിഗ് ബോസ് റിവ്യൂവർ ആയിട്ടുള്ള അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. അടുത്തതായി പറയുന്നത് സജിൻ, നമ്മുടെ സ്വാന്തനം സീരിയൽ ഫെയിം ആയിട്ടുള്ള സജിൻ. അടുത്തതായി പറയുന്നത് യൂട്യൂബറും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടുള്ള തൊപ്പി. അടുത്തതായി പറയുന്നത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും വീഡിയോ ക്രിയേറ്ററുമായിട്ടുള്ള ജാസിർ. അടുത്തതായി 30ാമതായിട്ട് പറയുന്നത് അതുൽ സുരേഷ്, ഒരു മോഡൽ കോച്ചാണ്. അങ്ങനെ 30 പേരുകൾ അടങ്ങുന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, സിനിമ ആക്ടേഴ്സ് ഉണ്ട്, ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്, ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ട്, LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്ത് എത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ അടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പൊ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഈ പറയുന്ന പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമ്മൾ പേര് പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാവരും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇടം പിടിച്ചവരും അതുപോലെ തന്നെ ഈ പറയുന്ന ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളവരാണ്. ഇതിനു മുന്നുള്ള സീസണുകളിലേക്ക് ഇവർ അപ്രോച്ച് ചെയ്തിട്ട് ആ ഒരു സീസൺ പങ്കെടുക്കാൻ പറ്റാത്ത വ്യക്തികൾക്കും ഈ ഒരു സീസണിൽ ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന 30 പേരുകളിൽ ഒരുപാട് കോൺട്രവേഴ്സി കിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് ടൈമിൽ കയറി വരുന്ന വ്യക്തികളുണ്ട്. നമ്മുടെ എടുത്തു പറയുകയാണെങ്കിൽ സ്റ്റാർ മാജിക് താരമായിട്ടുള്ള സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി ഈ പറയുന്ന ബിഗ് ബോസ് ടൈമിൽ കുറച്ചധികം കോൺട്രവേഴ്സിയിലൂടെ കയറി വന്നിട്ടുള്ള വ്യക്തിയാണ്. ഈ അടുത്ത നാളാണ് പുള്ളിക്കാരത്തി ഒരു ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ, ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഷെയർ ചെയ്യുകയും അത്തരത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾക്ക് കോൺട്രവേഴ്സികൾക്കൊക്കെ കാരണമാവുകയും സോഷ്യൽ മീഡിയയിൽ ഒരുപാടധികം എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഈ പറയുന്ന ലിസ്റ്റിൽ പറയുന്ന എല്ലാവരും ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിലും അതുപോലെ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് ടൈമിൽ സോഷ്യൽ മീഡിയയിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാക്കിക്കൊണ്ട് കുറച്ചധികം റീച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളും ബിഗ് ബോസിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പല റീച്ചുകളും അല്ലെങ്കിൽ പല കോൺട്രവേഴ്സികളും തന്റെ സ്വബോധത്തോടു കൂടി ചെയ്യുന്ന വ്യക്തികളുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇങ്ങ് എത്താറായി. ഏകദേശം ഓഗസ്റ്റ് മാസത്തോടനുബന്ധിച്ച് തന്നെ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തതായിരിക്കും. ഓഡിഷൻ കോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ അണിയറയിലെ പല പരിപാടികളും തകൃതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധികം നാളെടുക്കാതെ തന്നെ പല കാര്യങ്ങളും ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല അപ്ഡേറ്റുകളും അറിയുന്നതായിരിക്കും. ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു ഷോ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ലാലേട്ടൻ ഇതുവരെയും എഗ്രിമെന്റ് സൈൻ ചെയ്തതായിട്ട് ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ലാലേട്ടനാണോ അല്ലെങ്കിൽ മറ്റൊരു ഹോസ്റ്റിലേക്ക് ബിഗ് ബോസ് മാറി ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കേസൊക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്തൊക്കെയാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു തീമോട് കൂടിയാണ് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 എത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേരുകളെല്ലാം താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്